ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ 125 കൊണ്ട് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ട് വണ്ടിയാണ്. നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റിൻ്റെ കാരണം എന്ന് വെച്ചാൽ പ്ലഗ് പോയാർന്നാണ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കാനുള്ള കാരണം. അതിനകത്ത് വേറെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ചോക്കിൻ്റെ കേബിൾ ലോഡായിട്ട് കയറുന്നു. ചോക്ക് കേബിൾ ലോഡായിട്ട് എടുക്കുമ്പോൾ കൂടുതൽ പെട്രോൾ ഇറങ്ങി ചേർന്ന് പ്ലഗ് അടിച്ചു. അത് നോർമൽ വന്ന കേസാണ്. അപ്പോൾ ആ രണ്ടായിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ കൂട്ടത്തിൽ കൂടെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ നോക്കിയുമ്പോൾ എഞ്ചിൻ ഓയിലൊക്കെ നല്ല രീതിയിൽ മോശമായിരുന്നു കേട്ടോ. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമുക്ക് കൂടുതൽ മാറ്റി വിടുന്നുണ്ട്. പിന്നെ സെൽഫ് വർക്കിംഗ് അല്ല, അത് ബാറ്ററിയുടെ കംപ്ലൈൻറ്റാണ്. ഞാനിപ്പോൾ ബാറ്ററി അയച്ചു ചാർജിലേക്ക് ഇട്ടേക്കാണ്. നമുക്കിതുമ്പോൾ ഇരിക്കേണ്ട ബാറ്ററി 2023 ബാറ്ററിയാണ്, ആംബ്രോണിൻ്റെ ബാറ്ററിയാണ്. ഞാനിപ്പോൾ ഒന്ന് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ചുരുങ്ങിയത് ഒരു 5 മണിക്കൂറേലും കിടക്കണം, എന്നാലാണ് ചാർജ് എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ എന്നത് അറിയാൻ പറ്റുള്ളൂ. ബാറ്ററിയുടെ കണ്ടീഷൻ ബാറ്ററി ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ടെസ്റ്റ് അടിച്ചാലാണ് അറിയാൻ പറ്റുള്ളൂ. കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണം, കാരണം ചാർജൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ചോക്കിൻ്റെ കേബിൾ മാറ്റിയിട്ടുണ്ട്, പുതിയ കേബിൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ പ്ലഗ് മാറ്റി നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു. അങ്ങനെയാണ്. പിന്നെ നമുക്ക് എഞ്ചിൻ്റെ സൗണ്ടിൽ ചെറിയ വ്യത്യാസമുണ്ട്. പിസ്റ്റൻ്റെയൊക്കെ തേയ്മാനത്തിൻ്റേതായിട്ടുള്ള സൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തത്. ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ നല്ല രീതിയിൽ മോശമാണ്. ഓയിൽ മാറ്റുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് എഞ്ചിൻ സൗണ്ടിൽ വന്ന വേരിയേഷൻ ഒന്നും മാറാൻ പോകണമെന്നില്ല. അത് പിസ്റ്റൺ സിലിണ്ടറിൻ്റെയൊക്കെ തേയ്മാനം കൊണ്ട് വന്നാണ് ഒരു പതറി സൗണ്ടാണ്. അത് അപ്പോൾ സർവീസിനെ കയറ്റാണെങ്കിൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പം നിലവിൽ നമ്മൾ ഈ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റാണ് റെഡിയാക്കുന്നത്. ആ ബാറ്ററി ചാർജിങ്, പ്ലഗ്, ബാറ്ററി അയച്ച് ചാർജിലിടുന്നു, പ്ലഗ് മാറ്റുന്നു, ചോക്ക് കേബിൾ മാറ്റുന്നു, കൂട്ടത്തിൽ കൂടെ എഞ്ചിൻ ഓയിലും മാറ്റി വിടുന്നുണ്ട്. ഇത്രയും കേസാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 3 മണി 4 മണിയൊക്കെ ആവും കേട്ടോ, ബാറ്ററി കൂടി ചാർജ് ചെയ്ത് വണ്ടി വർക്ക് ക്ലോസ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ആയി വണ്ടി ബില്ലായി കഴിഞ്ഞപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.